Hello, good morning. Good morning, ma'am. Good morning, Miss. Yes, good morning. Friday, ma'am, ഉണ്ടായില്ല എന്ത് പറ്റി? ഫ്രൈഡേ മാം ക്ലാസ്സിൽ ഉണ്ടായില്ല എന്ത് പറ്റി? വയ്യായിരുന്നോ? ഫ്രൈഡേയോ? വയ്യാത്തതല്ല, ഇന്ന് ആതിര മാമിന്റെ ക്ലാസ് അല്ലേ? ആതിര മിസ്സും ഞാൻ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. മിസ്സിന് ഇന്ന് ലീവാണ്. അപ്പൊ മിസ്സിന് ഇന്ന് ലീവ് എടുക്കാൻ വേണ്ടി എന്റെ ക്ലാസ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചെടുത്തു പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറിക്കോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണമല്ലോ. കാരണം ചിലപ്പോഴൊക്കെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോ ഒന്ന് ലീവ് എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് മിസ് ആവണ്ട. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അത് അറിയാവുന്ന, മുൻകൂട്ടി അറിയാവുന്ന നമ്മളുടെ ലീവുകളാണെങ്കിൽ നമ്മൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. വെറുതെ കുട്ടികളുടെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ആ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അപ്പൊ നമ്മളുടെ ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ മിസ്സാകാതെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇൻ കേസ് ഇമീഡിയറ്റ് ആയിട്ടുള്ള ലീവുകൾ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനുള്ള ടൈമിങ് കിട്ടാതെ വരിക. അപ്പൊ ചിലപ്പോൾ കയ്യിൽ പോകും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു ക്ലാസ് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ അധികം ക്ലാസ് നിങ്ങൾക്ക് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? 1-2 പ്രാവശ്യം മാത്രമേ അങ്ങനെ ഒറ്റ ക്ലാസ്സിൽ നിർത്തിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ആ 2 മണിക്കൂർ ക്ലാസ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മള് പഠിക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ? അതിനകത്ത് നമുക്ക് എന്താ പറയാ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് പർപ്പസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് സച്ച് റെക്കോർഡ്സ്? ഇത്തരം റെക്കോർഡുകൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? പേഷ്യന്റ് റെക്കോർഡിന്റെ പർപ്പസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പിസോഡ് ഓഫ് കെയർ എന്ന് വെച്ചാൽ ഒരു കെയർ നടത്തുമ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ. ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്. ഭാവിയിലുള്ള ട്രീറ്റ്മെന്റിനൊക്കെ ഉതകുന്ന രീതിയിൽ ആ പേഷ്യന്റിനെ കെയർ കൊടുക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. കണ്ടിന്യൂം ഓഫ് കെയർ, അതായത് ഒരു കെയറിങ്ങിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ, കഴിഞ്ഞ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇനി ബാക്കി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ എന്തൊക്കെ സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യന്റ്, അതിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടിന്യൂം ഓഫ് കെയർ കൊടുക്കാൻ വേണ്ടി. ഒരു പ്രാവശ്യം വന്നു ഹോസ്പിറ്റലിൽ, 1-2 ദിവസം നമ്മൾ ചികിത്സ എടുത്തു അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തു, തിരിച്ചു വീട്ടിൽ പോയി, വീണ്ടും അടുത്ത ദിവസങ്ങളിൽ എല്ലാം ഫോളോ അപ്പിനൊക്കെ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ വരുമ്പോ ആ ഒരു കണ്ടിന്യൂറ്റി ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാലേ കിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാം ഡോക്ടേഴ്സിന്റെ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ പഴയതൊക്കെ പതുക്കെ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതേസമയം നമ്മളുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്താലേ അതൊക്കെ ഡിലീറ്റഡ് ആയിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ദർ, അതൊക്കെ അവിടെ ഉണ്ടാകും. സോ ദേ ക്യാൻ റിട്രീവ് ഡാറ്റ അറ്റ് എനി ടൈം അല്ലെ, ആൻഡ് മേക്ക് അപ്ഡേഷൻസ്. എപ്പോ വേണമെങ്കിലും നമുക്ക് അതൊക്കെ എടുത്ത് നമുക്ക് അപ്ഡേഷൻസ് നടത്താം. അപ്പൊ അതെ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തത്, പിന്നെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തു, പിന്നെ രീതിയിലൊക്കെ ആൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇതൊക്കെ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പേഷ്യന്റിന്റെ കെയർ സംബന്ധിച്ചിട്ട് എവറിത്തിങ് ഷുഡ് ബി ഡോക്യുമെന്റഡ് ഫോർ പ്ലാനിങ് ദർ ട്രീറ്റ്മെന്റ് കെയർ. ആ ഒരു കെയർ കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ record ചെയ്ത് വെക്കുന്നുണ്ട്. Then also communication, that means communication to the physicians, other departments in the hospital, and also outside the organization. ഒരു ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, എന്ന് വെച്ചാൽ ഫിസിഷ്യൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മുടെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ആൻഡ് സച്ച് ഇൻഫോർമേഷൻ ഷുഡ് ബി പാസ്ഡ് ടു ദ ഫാർമസി ഫോർ പ്രൊവൈഡിങ് മെഡിസിൻസ്. അത് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാർമസിയിലേക്ക് കൊടുത്താലാണ് ആ പേഷ്യന്റിന്റെ മെഡിസിൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ടെസ്റ്റ് അപ്പൊ ലാബില് അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേഷ്യന്റ് റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ഓൾസോ പേഷ്യന്റ് റെക്കോർഡ്സ് ആർ വെരി
മാൻഡേറ്ററി അല്ലെ, വളരെ നെസസറി ആണ്. ആൻഡ് ഓൾസോ ഫോർ ലീഗൽ ഡോക്യുമെന്റേഷൻ എന്ന് വെച്ചാൽ ലീഗലായിട്ട് നടക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോലീസ്, അതായത് നമുക്കറിയാം ചില ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് they may occur some adverse reactions, പലതരത്തിലുള്ള നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള റിയാക്ഷൻസും ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഫോർ അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, എവിഡൻസിന് വേണ്ടിയൊക്കെ പേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് നമുക്ക് യഥാസമയത്ത് ആർക്കാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മേ ബി എന്താ പറയാ, ചിലപ്പോ പോലീസ് കേസുകളൊക്കെ ആകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ചികിത്സയിലിരിക്കുന്ന രോഗി മരിക്കുമ്പോൾ അപ്പൊ അതിന്റെ എന്താ പറയാ ഈ റെക്കോർഡ്സ് നോക്കിയാലാണ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തു, ഏതൊരു രീതിയിലാണ് ആൾക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചത്. നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് ഒരുപാട് എന്താ പറയാ ന്യൂസുകൾ അങ്ങനത്തെ കേട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിരുന്നു, എല്ലാ മാസവും ചെക്കപ്പ് ചെയ്തിരുന്നു, എന്നിട്ടൊന്നും ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരാള്, വളരെ എന്താ പറയാ സ്ട്രെങ്തി ആയിട്ടുള്ള ഒരാള് ഹോസ്പിറ്റലിൽ പോകുന്നു, ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ചിലപ്പോ എന്തെങ്കിലും ഒരു എന്താ പറയാ സർജറിക്ക് അണ്ടർഗോ ചെയ്യുന്നു, ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ആളില് എന്തോ മാറ്റം വന്നു, പെട്ടെന്ന് ആളെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറയുന്നു, വേറെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നു. സോ അങ്ങനെയുള്ള സമയത്തും പേഷ്യന്റ് റെക്കോർഡ്സ് വിൽ ഹെൽപ്പ് മോസ്റ്റ്ലി അല്ലെ, കൂടുതൽ പേഷ്യന്റുകളുടെ ഇത്തരം റെക്കോർഡുകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതിന്റെ വേണ്ടിയിട്ട് ഓക്കെ ഓരോ പോയിന്റും ഓർത്തിരിക്കേണ്ട വാട്ട് ഔട്ട് പർപ്പസ് ഫോർ നമ്മൾ ഈ പേഷ്യന്റ് റെക്കോർഡുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? ദെൻ ഓൾസോ ഫോർ റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, റിസർച്ച് പർപ്പസിന് വേണ്ടി പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ പ്ലാനിങ്സും ഒക്കെ ഓരോ ഹോസ്പിറ്റൽസും ചെയ്യുന്നത്. ആൻഡ് ഹൗ ക്യാൻ ദേ ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഇനി അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം അല്ലെ. ഓൾറെഡി നമ്മൾ വെൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ആളുകളെ പേഷ്യൻസിനെ കുത്തിപ്പറിച്ചിട്ട് വാങ്ങിക്കുന്ന ഒന്നുമല്ല, അല്ലാതെ നമ്മൾ വളരെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ അവർക്ക് കൊടുക്കുന്ന ഓരോ കെയറിങ്ങും. നമുക്കറിയാം നമ്മള് ഒരു ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യുമ്പോൾ ഡോക്ടറുടെ ഫീസ് മുതൽ ഒരുപാട് മറ്റ് എക്സ്പെൻസസ് ഒക്കെ കോസ്റ്റുകളൊക്കെ നമുക്ക് ഹോസ്പിറ്റലില് പേഷ്യൻസിന് വരുന്നുണ്ട്, അവർ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച്. അപ്പൊ ഇതൊക്കെ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റണം, ക്വാളിറ്റി കെയർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റണം. ഇത് രണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ റിസർച്ച് കണ്ടക്ടഡ് ഫ്രം ദ പേഷ്യന്റ് റെക്കോർഡ്സ് പ്രീവിയസ്ലി വിച്ച് ഈസ് സ്റ്റോർഡ് ആൻഡ് സെൻഡ്. ഇത് നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേഷ്യന്റുകളുടെ റെക്കോർഡുകളാണ് ഇത്തരം റിസർച്ച് പഠനങ്ങൾക്ക് ഉപയോഗിക്കുക. മെഡിക്കൽ സെന്റേഴ്സിലൊക്കെയാണ് കൂടുതലും റിസർച്ചുകളൊക്കെ നടത്തുന്നത്. പക്ഷേ മെഡിക്കൽ സെന്റേഴ്സിൽ ഇത്തരം മെഡിക്കൽ റിസർച്ചുകൾ നടത്തണമെങ്കിലും ദ ഹോസ്പിറ്റൽസ് പേഷ്യൻസ് റെക്കോർഡ്സ് ആർ മോസ്റ്റ് യൂസ്ഫുൾ. അതിന് വേണ്ടിയിട്ട് ഈ റിസർച്ച് സെന്ററുകളൊക്കെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളുടെ ഈ പറയുന്ന പേഷ്യന്റ് റെക്കോർഡുകൾ ഉപയോഗിച്ച് തന്നെയാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ് അത് കൂടി പറഞ്ഞിരുന്നു അല്ലെ. ബില്ലിംഗ് പർപ്പസിന് നമുക്കറിയാം പേഷ്യന്റ് എത്രത്തോളം ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ടിയിട്ട് ചെലവുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ബില്ല് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ് നോക്കിയിട്ടല്ലേ എന്തൊക്കെ കൊടുത്തു, ഡോക്ടറെ കണ്ടു, ഡോക്ടറിന്റെ ഫീസ് ഇത്ര, ഫാർമസിയിൽ മരുന്ന് അതിന് ഇത്ര, അല്ലെങ്കിൽ എന്തെങ്കിലും ലാബ് ടെസ്റ്റ് നടത്തി അതിന്റെ ഫീസ് ഇത്ര. സോ ഓൾ ദീസ് ആർ ടോട്ടൽഡ് ഓർ സംഡ് അപ്പ് ടു ഫ്രം ദ ഓൺ ദ ബേസിസ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഇതിന്റെ ഈ കാര്യങ്ങളും കണക്കുകളൊക്കെ എടുക്കുന്നത് തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് തന്നെ നോക്കിയിട്ടാണ്. ആൻഡ് ഇൻ കേസ് ദ പേഷ്യന്റ് ഹാവ് സം മെഡിക്കൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ എടുത്തിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ they can go for the reimbursement of their cash which is expended in the hospital by providing this records. ഈ റെക്കോർഡുകളൊക്കെ നോക്കി അല്ലെങ്കിൽ ഇത്തരം ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ എവിഡൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുത്തിരിക്കുന്നത്. മെഡിക്കൽ ക്ലെയിം ഒക്കെ കിട്ടേണ്ടവരാണെങ്കിൽ ആ ഇൻഷുറൻസിനൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് ഈ ബില്ലുകൾ ഈ റെക്കോർഡുകൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, എനിക്കൊരു ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിക്കാം, മെഡിക്കൽ ഇൻഷുറൻസ്, ആൻഡ് ഞാൻ എന്റെ ഭാഗം ഇങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കാറ് ഫോമിൽ ഫില്ല് ചെയ്തത് ഇത്ര രൂപ എനിക്ക് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ടെന്ന്, 1,00,000 രൂപ ചെലവായി, 50,000 ചെലവായി. ഇറ്റ്സ് നോട്ട് എന്താ പറയാ, അത് എന്ന് പറയുന്നത് എത്ര എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല. അങ്ങനെ കൊടുത്താലും അവര് അത് വകവയ്ക്കുകയും ഇല്ല. ഇൻഷുറൻസ് കമ്പനിക്കാര് they have to go for the details of the bill and also such evidences documents. പേഷ്യന്റിന്റെ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ ബില്ലുകൾ മറ്റ് എവിഡൻസുകളൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ ബിൽ പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനിക്കാർ ഹോസ്പിറ്റൽസിന് നടത്താം. ഈ മെഡിക്കെയ്ഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മളുടെ എന്താ പറയാ ചില രാജ്യങ്ങളിൽ
ചില രാജ്യങ്ങളുണ്ട്, UK പോലുള്ള രാജ്യങ്ങളിൽ പുവർ പീപ്പിളിനെ അവർക്ക് ചിലപ്പോ മെഡിക്കൽ എയ്ഡുകളൊക്കെ, മെഡിക്കൽ സർവീസ് കിട്ടാനായിട്ടുള്ള എന്താ പറയാ ചെലവുകളൊക്കെ വഹിക്കാനുള്ള ഒരു എന്താ പറയാ കഴിവില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് തന്നെയാണ്, അവരുടെ നാട്ടിലെ ഇൻഷുറൻസിന്റെ പേരാണ് അത് മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനൊക്കെ പർപ്പസിനും എന്താണ് പേഷ്യൻസ് റെക്കോർഡ്സ് ആർ വെരി വെരി യൂസ്ഫുൾ. അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇവിടെ തുടങ്ങിയല്ലേ പറയണ്ടേ, പോപ്പുലേഷൻ ഹെൽത്ത് തുടങ്ങിയല്ലേ, റൈറ്റ് അല്ലേ? ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്, ആരുമില്ലേ? ഓക്കെ, കേൾക്കണ്ടല്ലോ അല്ലേ, സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? യെസ്, പോപ്പുലേഷൻ ഹെൽത്ത് ആണ് ഇനി അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ, അതായത് മറ്റൊരു പർപ്പസ് നമ്മുടെ പേഷ്യൻസിന്റെ ഇങ്ങനെ റെക്കോർഡ്സ് ഷീറ്റ് ചെയ്യുന്നതിന്റെ മറ്റൊരു പർപ്പസ് ആണ്. നമുക്കറിയാം, ദ ഇൻഫർമേഷൻസ് വിച്ച് ആർ കളക്ടഡ് ഫ്രം ദ പേഷ്യന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് ഓർ അസസിംഗ് ദ പോപ്പുലേഷൻ ഹെൽത്ത്, to also access health status, measure utilization of services. അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് പോപ്പുലേഷൻ ഹെൽത്ത് ആണ്. പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകളും മറ്റുമൊക്കെ എന്താ പറയാ ഒരു പോപ്പുലേഷന്റെ ജനസംഖ്യയുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിന്, അല്ലെങ്കിൽ വിലയിരുത്തുന്നതിന്, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഗൈഡ് ലൈൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ എന്താ, എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇന്ന രോഗം അതിന് എന്ത് രീതിയിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്, ആ ഒരു ഇത് ബേസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്തരം ബേസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എങ്ങനെയൊക്കെയാണ് അത് ട്രാക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ അവരുടെ പേഷ്യന്റിന്റെ ഹെൽത്ത്, അവരുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള അവരുടെ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ മോണിറ്റർ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാം, കുറെ ഇൻഫോർമേഷൻസ് പേഷ്യൻസിനെ കുറിച്ച് കിട്ടും. അപ്പൊ നമുക്ക് പോപ്പുലേഷന്റെ, അതായത് ജനസംഖ്യയുടെ, അതായത് മൊത്തം ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊരു വിലയിരുത്തലുകൾ നടത്താനായിട്ട് പറ്റും. ഓക്കെ, നമുക്കറിയാം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്താണെങ്കിൽ ഹെൽത്ത് ആവശ്യം വേണ്ടി വരുന്ന, ഹെൽത്ത് ഡിമാൻഡഡ് ആയിട്ടുള്ള ആളുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ് ആ കാര്യം. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിലേ രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആവശ്യകത, ആരുമായിട്ടുള്ള ആവശ്യകത, ഹോസ്പിറ്റൽസിന്റെ ആവശ്യകത. നമ്മൾ രോഗികളാണ്, ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ രീതിയിലുള്ള രോഗങ്ങളുടെ ആ ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഇൻക്രീസിങ് തന്നെയാണ് ഒരു കാരണം ഇത്തരം റെക്കോർഡുകൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. കാരണം അതിന്റെ ബേസിസിൽ നമുക്ക് വീണ്ടും അവർക്ക് എന്ത് ചെയ്യാം, അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ, ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, ട്രീറ്റ്മെന്റുകൾ കുറച്ചുകൂടി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. സോ അതിന് നമ്മൾ എന്താ പറയാ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈനുകൾ, ഇന്റർനാഷണൽ ഗൈഡ് ലൈൻ ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ വാട്ട് ഡു അതർ കൺട്രീസ് ഫോളോ, അവരെന്ത് ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്, അവർ ഏത് രീതിയിലാണ് അതിനുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നത്, ഇതിനുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാം. അപ്പൊ പോപ്പുലേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ആരോഗ്യമാണ് ശരിക്കും പറഞ്ഞത്, അല്ലെ? അപ്പൊ രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ പോപ്പുലേഷനെ ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെ കെയർ ചെയ്യാൻ, നല്ല കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കെയറിങ് പ്രൊവൈഡ് ചെയ്യാൻ പോപ്പുലേഷൻ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പേഷ്യന്റിന്റെ റെക്കോർഡ്. ഞാൻ പോകുന്നു ഹോസ്പിറ്റലിൽ, മറ്റാളുകൾ പോകുന്നു, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ചൊക്കെ അവിടെ റെക്കോർഡ്സിലുണ്ട്. അന്നേരം എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അതും റെക്കോർഡിലുണ്ട്. അപ്പൊ ഈ റെക്കോർഡുകൾക്ക് ബേസ് ചെയ്തിട്ട് അവർക്ക് നോക്കാം ഏതാണ് കൂടുതൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഡിസീസ്, പെരുകിക്കൊണ്ടിരിക്കുന്ന ഡിസീസ്. ഹാർട്ട് പേഷ്യൻസ്, ഹാർട്ട് പ്രോബ്ലംസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് വരുന്നുണ്ട്, അല്ലെ? പെട്ടെന്ന് തന്നെ പഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെ? യാതൊരു കുഴപ്പമില്ലാതെ വളരെ എനർജറ്റിക് ആയിട്ട് ഓടി കിടക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മൾ കേൾക്കുന്നു ഇതാണ് മരിച്ചു വന്നു. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ ഏത് തരത്തിലുള്ള രോഗങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നു, അതിന് നമുക്ക് എന്ത് ഗൈഡ് ലൈനുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ ബെറ്റർ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അതന്നെ. അടുത്ത ദിവസം തന്നെ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആക്ടർ കലാഭവനിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന നല്ലൊരു ശബ്ദത്തിനും കൂടി ഉടമയായിട്ടുള്ള നവാസ് മരിച്ചു, അല്ലെ? പെട്ടെന്നാണ്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്, ഇപ്പൊ പേഷ്യന്റിനെ ആള് മരിച്ചു പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ ഓൺ ദ വേ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ റീച്ച് ചെയ്തിട്ടാണ് മരിച്ച്. അപ്പൊ ഈ റെക്കോർഡ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതിനെ കുറിച്ച് പരിശോധനകളൊക്കെ നടത്തും. പരിശോധന നടത്തുമ്പോൾ എത്ര സമയമായി മരിച്ചിട്ട്, ആൻഡ് വാട്ട് വിൽ ബി ദ റീസൺ, പുറത്തുള്ള ഭാഗികമായിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും കാണുന്നില്ല,
ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ വന്നതാണ്. ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ കുഴഞ്ഞു വീഴുമ്പോൾ അരികത്ത് കിടക്കുന്ന വല്ല ഡെസ്കോ ബെഞ്ചോ ടേബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തലയിടിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം ഒട്ടും മനുഷ്യ ശരീരമാണ് മുറിയും ചൊരങ്ങലും. അതല്ല എല്ലാം തമ്മിൽ ഇങ്ങനെ വെച്ച് കിടക്കുന്ന എല്ലാം തന്നെ എന്തെങ്കിലും എന്താ പറയാ വല്ല ആവശ്യമില്ലാത്ത കാര്യം ചെയ്തത് അതിനെ അറ്റാക്ക് ചെയ്തതോ ഒക്കെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ മരിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് ഡിസീസസ് ഏതൊക്കെയാണെന്നും അതിന് വാട്ടെവർ ട്രീറ്റ്മെന്റ് ആർ പ്രൊവൈഡിങ് അതെങ്ങനെ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കൊടുക്കാം ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ പോപ്പുലേഷന്റെ ഹെൽത്തിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റെക്കോർഡുകളെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദേ ക്യാൻ ഫോക്കസ് ഓൺ ദ പ്രിവെൻഷൻ. അപ്പൊ എന്ത് ചെയ്യാം, ഇത്തരം രോഗങ്ങളൊക്കെ പെരുകുന്നത് തടയാനുള്ള ചില മെഷേഴ്സ് കൂടി എടുക്കാൻ പറ്റും. കാരണം ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും ഡോക്ടേഴ്സ് കുറച്ച് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കും അല്ലെ. അവയർനെസ് ഇപ്പൊ ഇങ്ങനെയുള്ള രോഗികളൊക്കെ ഇങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയാസിൽ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് മരിക്കുമ്പോൾ അപ്പൊ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒപ്പം തന്നെ കരുതും അല്ലെ. കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ മരിച്ചാല് അത് എന്തിന്റെയൊക്കെയാണ് അടയാളം, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നു, അതിനുള്ള എന്താ പറയാ സിംറ്റംസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്. പിന്നെ അതിന് നമുക്ക് പ്രിക്കോഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ഒക്കെ കുറെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ടിപ്സും മറ്റൊക്കെ അവർ പറഞ്ഞു എന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെയാണ്. അപ്പൊ ഫോർ ഫോക്കസിംഗ് ഓൺ ദ പ്രിവെൻഷൻ ഓഫ് സച്ച് ഡിസീസസ് ആൻഡ് ഓൾസോ ടു അച്ചീവ് കോസ്റ്റ് ഇഫക്റ്റീവ് കെയർ, വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കെയർ കൊടുക്കാനൊക്കെ ഈ പറയുന്ന പേഷ്യന്റ് റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ആ ഒരു സെന്റൻസ് ആദ്യത്തെ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻഫർമേഷൻ ഫ്രം പേഷ്യന്റ് റെക്കോർഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ population health, assess health status, measure utilization of services, track quality outcomes, and evaluate adherence to the evidence-based practice guidelines. അത്രയും മാത്രം ഒരു സെന്റൻസേ ഉള്ളൂ. ഓക്കെ, then ഇനി എന്താണ്, മറ്റൊന്നാണ് പോപ്പുലേഷൻ ഹെൽത്ത് പോലെ തന്നെ മറ്റൊരു കാര്യത്തിനും കൂടി നമ്മുടെ പേഷ്യൻസ് റെക്കോർഡ്സ് നമുക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം. എന്താണ് പബ്ലിക് ഹെൽത്ത്, ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ്. നമ്മളുടെ ഫെഡറൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫെഡറൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ ഓരോ സ്റ്റേറ്റും കേരളമാണെങ്കിൽ കേരള അവിടുത്തെ സ്റ്റേറ്റ് തന്നെ അവർക്ക് എൻഷുർ ചെയ്യണം നമ്മളുടെ നാട്ടിലുള്ള ആളുകളുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റഡ് ആണ്. മീൻസ് ഹോസ്പിറ്റൽസിലുള്ള ഈ റെക്കോർഡുകളൊക്കെ അപ്പൊ നമുക്കറിയാലോ ഓരോ ഇതിനും ഓരോ കെയർ കൊടുക്കുന്നതിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും നാബിന്റെ കുറെ ഗൈഡ് ലൈൻസ് കൂടി ഫോളോ ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽസിൽ കെയറിംഗ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആരും ഇല്ല എവിടെയെങ്കിലും? ഹലോ, റെസ്പോൺസ് ഇല്ലല്ലോ കുറച്ചധികം. ഇല്ലാതിരിക്കാണോ? ഓ അല്ല, കേൾക്കണില്ലേ ക്ലിയർ ആയിട്ട്? നാബ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽസിൽ ഓരോ ആക്ടിവിറ്റീസും കൊടുക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. അപ്പൊ അവർ ദേ ഹാവ് ടു ഫോളോ സം ഗൈഡ് ലൈൻസ് വിച്ച് ഈസ് കെപ്റ്റ് ബൈ ദ സ്റ്റാൻഡേർഡ് കെപ്റ്റ് ബൈ ദ നാബ്. അപ്പൊ ഈ നാബിന്റെ ഒരു രീതിക്ക് ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടോ, ആൻഡ് വെദർ ദ സിറ്റിസൺസ് ആർ പ്രൊവൈഡഡ് ഹെൽത്തി ട്രീറ്റ്മെന്റ്, അവർക്ക് നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ, അവരെ എല്ലാവരെയും അൺഹെൽത്തി കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇൻഫോം ചെയ്യുന്നത് ഈ പേഷ്യൻസിന്റെ റെക്കോർഡിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പൊ സ്റ്റേറ്റിന്റെ ആവശ്യപ്രകാരം ചിലപ്പോഴൊക്കെ ഇത്തരം റെക്കോർഡ്സ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്ത് അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയിട്ട് പബ്ലിക് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റേറ്റിന്റെ ആ ഒരു അധികാരം, അതായത് പബ്ലിക് ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മനുഷ്യന്റെയും ജീവനും അവന്റെ എന്താ പറയാ ആരോഗ്യത്തിനും വളരെയധികം കരുതല് ഓരോ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത് ഓരോ സ്റ്റേറ്റും അതാത് സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ നോക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ പേഷ്യന്റ് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് എൻഷുർ ദാറ്റ് ദേ പ്രൊട്ടക്ട് സിറ്റിസൺസ് ഫ്രം പേഷ്യന്റ് റെക്കോർഡ്സ് ടു ഇൻഫോം പോളിസീസ് ആണ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പോളിസീസ് എന്നാണ് കേട്ടോ, POLICIES ഉണ്ട് കേട്ടോ. I pointed and procedures to ensure that they protect the citizens from unhealthy conditions. ഓരോ സിറ്റിസൺസിന്റെയും അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഓരോ ഹോസ്പിറ്റൽസും എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഫെഡറൽ സ്റ്റേറ്റ് പബ്ലിക് ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്നത് പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ നിന്ന് തന്നെയാണ്. ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യുന്നു.
Then the next one, clear ആയോ? അത് സെന്റൻസ് മനസ്സിലായില്ലേ? ഒറ്റ സെന്റൻസേ ഉള്ളൂ. Clear ആയോ? Yes. Next one, patient records as legal document. ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചു നോക്കണം. പക്ഷെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള സെന്റൻസുകൾ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. See, patient records have to be maintained. That means it should be maintained completely and accurately. Patients in the record കൃത്യമായിട്ടും അക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ എന്താ പറയാ അത് നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ എന്താ പറയാ ഒരു അത്ര വിലയൊന്നും ഇല്ലാത്ത രീതിയിലാണ് എസ്റ്റിമേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ തോന്നിപ്പോലെ അലസമായ രീതിയിൽ വളരെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല പേഷ്യൻസിന്റെ റെക്കോർഡുകൾ. ബിക്കോസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഫോർ ലീഗൽ ഡോക്യുമെന്റേഷൻ. കാരണം എന്താ, ഇത് ലീഗൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാനും പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചെയ്യാനുണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ വേറൊരു പോയിന്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ് മറ്റേ നേരത്തെ പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയാ ലീഗൽ ഡോക്യുമെന്റേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതാ അതിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽസിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യത അക്യുറസി മനസ്സിലാക്കുന്നത് ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് റെക്കോർഡ്സ് തന്നെയാണ്. പേഷ്യൻസിന്റെ അവരെ ചികിത്സിക്കുന്ന ഡയഗ്നോസിസ് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഹൗ ദ പേഷ്യന്റ് റെസ്പോണ്ട് ടു ദാറ്റ് പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ്. കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് എങ്ങനെയാണ് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, പിന്നെ രോഗിയുടെ രോഗത്തെ കുറിച്ചുള്ള കേസുകളൊക്കെ പഠിച്ച് അത് മാനേജ് ചെയ്യുന്നത്, ഓൾ ദീസ് പർപ്പസ് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഡാറ്റ ആണ് എന്ത് ചെയ്യുന്നത് പേഷ്യൻസിന്റെ റെക്കോർഡിലുള്ളത്. പേഷ്യൻസിന്റെ ഫയലുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. എന്ത് ചികിത്സ കൊടുത്തു, അല്ലെങ്കിൽ ആര് ചികിത്സിച്ചു, ഇതൊക്കെ ഉണ്ടായിരിക്കും. എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എങ്ങനെയുള്ള കെയറിങ് കൊടുത്തു, അതിന് എങ്ങനെയാണ് പേഷ്യന്റ് റിയാക്ട് ചെയ്തത്, റെസ്പോണ്ട് ചെയ്തത് ആ ട്രീറ്റ്മെന്റിന്, അവരുടെ ആ കേസ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു. എന്ത് രോഗമായിട്ടാണെങ്കിലും വരുന്നത് ആ കേസിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഡോക്ടേഴ്സിന്റെ കൈകളിലാണ് മാനേജബിൾ ആകുന്നത്. അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ട്. അപ്പൊ പേഷ്യന്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഴ്സ് ഡാറ്റ of the health of that particular patient. ആ പേഷ്യന്റിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ഹെൽത്ത് ഡാറ്റയാണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സിലുള്ളത്. സോ ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് വിത്ത് കെയർ ആൻഡ് ഓൾസോ മാനേജ്ഡ് വിത്ത് കെയർ ഇൻസൈഡ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പൊ ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിന്റെ ഈ റെക്കോർഡുകൾ വളരെ കൃത്യതയോടെ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? ആദ്യത്തെ പാരഗ്രാഫാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അണ്ടർലൈൻ ചെയ്യാനുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത് ആ ഒരു ചെറിയ പാരഗ്രാഫ്. ക്ലിയർ ആണോ? ഓക്കെ. അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് എഴുതാട്ടെ. പേഷ്യന്റിന്റെ കെയർ മാനേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ലീഗലായി ഈ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? ലീഗൽ ഡോക്യുമെന്റേഷൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിക്കാം they serve, sentence underline cheyata. They serve not only as a basis for planning patient care but also as legal documenting എന്നുള്ളത് മതി, അത്ര മതി. ലീഗൽ ഡോക്യുമെന്റിങ് വരെ they serve not only they എന്തായിരിക്കും എന്ന് പറയാമോ? എന്താണ് അവിടെ they എന്ന് ഉദ്ദേശിക്കുന്നത്? Can you say? എന്നും പറഞ്ഞ സെന്റൻസ് തുടങ്ങിയാണ്. പക്ഷെ ദേ വെച്ച സെന്റൻസ് ഒന്ന് പരീക്ഷ പേഷ്യന്റ് റെക്കോർഡ്. വെരി ഗുഡ്. അതെ, പേഷ്യന്റ് റെക്കോർഡ് നോട്ട് ഓൺലി ആസ് എ ബേസിസ് ഫോർ പ്ലാനിങ്. പേഷ്യന്റിന്റെ റെക്കോർഡുകള് പേഷ്യന്റിന്റെ രോഗങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ് നടത്താൻ വേണ്ടി മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഒക്കെ പഠിച്ചിട്ടില്ലേ? അതെ, പിന്നെ എന്തിനുകൂടി ഫോർ ലീഗൽ ഡോക്യുമെന്റിങ്. എന്തിനാ? നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റുകളായിട്ടും പേഷ്യന്റ് റെക്കോർഡുകൾ മാറുന്നത്. ആ ഒരു സെന്റൻസ് അപ്ലൈ ചെയ്യാം. The data recorded, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് കേട്ടോ. The data recorded in a patient's file serves as a permanent record of diagnosis, treatments, response to treatments and case management. അവിടെ വരെ രണ്ടെണ്ണം മതി, രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഈ പറയുന്ന പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ എങ്ങനെയൊക്കെയാണ്, അതൊരു പെർമനന്റ് റെക്കോർഡാണ്. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പെർമനന്റ് റെക്കോർഡ്, അയാൾക്ക് കൊടുക്കുന്ന ചികിത്സ, അതായത് ഡയഗ്നോസിസ്, പിന്നെ ആ ചികിത്സയ്ക്ക് എങ്ങനെ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നു, ആ കേസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഇനി രണ്ട് പേഷ്യന്റ്, ഈ പേഷ്യൻസിന്റെ റെക്കോർഡ് ഇത് ഹാസ് ബീൻ റെക്കോർഡഡ് ആസ് എ ഫോൾഡർ, ഫയൽ ഫോൾഡർ ആയിട്ടാണ് പണ്ട് കുറെ പേപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ
ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുന്ന റെക്കോർഡുകളായിരുന്നു പണ്ടൊക്കെ അല്ലെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു, പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു 10-20 വർഷം മുമ്പ് പറക്കോട്ട് ചെയ്തത് അല്ല, ഒരു 10-25 വർഷം പറക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മിക്ക ഹോസ്പിറ്റൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ഹോസ്പിറ്റൽസിൽ കുറെ റാക്സ് ഉണ്ടായിരുന്നില്ല, അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആ റാക്സിനകത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കുറെ തടിച്ച ബുക്കുകളും അല്ലെ, റെക്കോർഡ് ബുക്കുകളും, പിന്നെ അതുപോലെ തന്നെ ഫയലുകളിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഇങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരുപാട് ഫയലുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് ആ ഗതിയൊക്കെ മാറി, സ്ഥിതിയൊക്കെ മാറി. ഹോസ്പിറ്റൽസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു എന്താ പറയാ ചിട്ടൊക്കെ എഴുതുന്ന സ്ഥലത്ത്, എൻക്വയറി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരു ചെറിയൊരു ക്യാബിൻ പോലെയാണ്. അവിടെ അപ്പൊ അത്രയും സ്ഥലമുള്ളൂ, അത്രയും സ്പേസിലാണ് നമ്മൾ അവിടെ ഇരുന്നത്. കാരണം ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ ഇന്ന് നമുക്ക് നമ്മുടെ IT ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ തടസ്സമൊന്നുമില്ല, 1-2 ബുക്കൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പെട്ടെന്നൊക്കെ നോക്കാനായിട്ടുള്ളത് മാത്രം അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതർവൈസ് എവറിഥിങ് ഈസ് റെക്കോർഡഡ് യൂസിങ് IT. ഇന്നല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്താ, IT ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. എന്തിനാണ് ഇനി? അപ്പൊ ഈ ലീഗൽ പർപ്പസിന് നമ്മൾ ലീഗൽ ഡോക്യുമെന്റേഷൻ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സബ്പോണേഡ്. ഒരു സബ്പോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഈ കോടതിയിലൊക്കെ ഇങ്ങനെ സാക്ഷി പത്രമായിട്ട് സാക്ഷി പറയുന്ന ഒരു രേഖയായിട്ടൊക്കെ, സാക്ഷി പറയുമ്പോൾ സാക്ഷിയുടെ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോലെ ചിലപ്പോൾ അതിന് എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള രൂപരേഖ കൂടി വേണം, അക്യുറേറ്റ് ആയിട്ടുള്ള എവിഡൻസ് അല്ലെ, ഡോക്യുമെന്റഡ് ഫോമിൽ തന്നെ വേണം. അപ്പൊ ആ ഒരു സാക്ഷി പത്രമായിട്ടുള്ള ഈ സാക്ഷി പറയാനുള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ലീഗൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ whatever care they are providing to the patients, it's a legal documentation which can be submitted as a subpoena in a court. ഒരു കോടതിയിലൊക്കെ ഹാജരാക്കുന്ന സമയത്ത് കോടതി ഇപ്പൊ ചില എന്തെങ്കിലും രോഗി പെട്ടെന്ന് മരിച്ചു, തീർച്ചയായിട്ടും ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന രോഗികൾ പെട്ടെന്ന് മരിക്കുമ്പോ എന്താണ്, അപ്പൊ അതിന്റെ എന്തെങ്കിലും പാകപ്പിഴ കെയറിംഗിലായിരിക്കാം, ട്രീറ്റ്മെന്റിലായിരിക്കാം എന്ന് ഒബ്വിയസ്ലി അവരുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ ചിലപ്പോ എന്താ പറയാ സൗണ്ട് റൈസ് ചെയ്യും, പക്ഷെ ഉണ്ടാകും. പിന്നെ അവസാനം ചിലപ്പോ കേസും കൂട്ടൊക്കെ ആകും. അപ്പൊ ഈ കേസിലൊക്കെ പോകുമ്പോൾ അതിനൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് പേഷ്യൻസ് റെക്കോർഡ്സ് സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് എന്താ പറയാ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പണ്ട് സൂക്ഷിച്ചിരുന്നില്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ബൈ ഹാൻഡ് ഒക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ അത് ഇടയിൽ വെച്ചിട്ട് മിസ്സായി പോകാം, ആരെങ്കിലും ഒക്കെ തരത്തില് എന്തെങ്കിലും അത് എന്താ പറയാ നശിപ്പിക്കാൻ അല്ലെ, ഡാമേജ് വരുത്താൻ, അത്തരം റെക്കോർഡ്സ് ഒക്കെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ അവിടെ എത്തിയെന്ന് വരില്ല, അങ്ങനത്തെ ഡാമേജസ് ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്. പക്ഷേ നവഡേയ്സ് ഇത് വളരെയധികം നെറ്റ്വർക്കിലൂടെ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ഫാക്സുകളായിട്ടും മറ്റുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ ഒരു മിസ്സായി പോകുന്ന ഒരു അവസരം അവിടെ വരുന്നില്ല. ചിലപ്പോൾ അത് നേരിട്ട് ഒരാളെ തെളിവിന് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ ഡാമേജ്ഡ് ആക്കാം, നമുക്ക് എത്രത്തോളം ട്രസ്റ്റ്ഫുൾ ആകും പറ്റുന്നു അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറെ അഡ്വാൻറ്റേജസ് ഇതുപോലുള്ള ഹെൽത്ത് റെക്കോർഡുകൾ we are using IT ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചത് ലീഗൽ ഡോക്യുമെന്റേഷൻസ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം, അത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? പാരഗ്രാഫിൽ അത്രയൊക്കെയാണ് പറയുന്നത്. നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. records kept in the usual course of business. Sentence underline ചെയ്യട്ടോ. Records kept in usual course of business represent an exception. ആ ബ്രാക്കറ്റിലൊന്നും വേണ്ട. Business represent an exception to the hearsay rule. എന്ന് വെച്ചാൽ കേട്ടുകേൾവി എന്നാണ് പറഞ്ഞേക്കുന്നത്. കേട്ടുകേൾവി ആസ് ജനറലി അഡ്മിസിബിൾ ഇൻ എ കോർട്ട്, അതാണ് പറയുന്നത്. ഒരു കേട്ടുകേൾവിയാണെന്ന് എങ്ങനെ ചെയ്യാം, നമുക്കൊരു കോർട്ടില് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് കേട്ടുകേൾവിയാണെന്ന് അതാണ് പറഞ്ഞേക്കുന്നത്. സെന്റൻസിന്റെ മീനിങ് അതാണ്. അപ്പൊ അവിടെ തുടങ്ങി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് വരെ അണ്ടർലൈൻ ചെയ്യാം. സബ്പോണൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷി പറയുന്നതിന് ഹാജരാക്കാനുള്ള തെളിവ്, സാക്ഷി പറയാൻ ഹാജരാക്കാനുള്ള ഒരു തെളിവാണ് കേട്ടോ സബ്പോണൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വായിച്ചു നോക്കാം. ഇനിയും പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് റെക്കോർഡുകൾ, അത് വീണ്ടും അതൊക്കെ തന്നെയാ പറയണേ. അക്കോർഡിംഗ് ടു ONCs
National Learning Consortium published in Legal Health Record Policy template to guide healthcare organizations. അതായത് ONC എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്. അതൊരു പേരാണ്. അപ്പൊ അവരുടെ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് പബ്ലിഷ് ചെയ്തപ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ് ഇൻ ഡിഫൈനിങ് വിച്ച് റെക്കോർഡ്സ് ആൻഡ് റെക്കോർഡ് സെറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദെയർ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ബിസിനസ് ഓർ എവിഡൻഷ്യറി പർപ്പസ്. ഏതൊക്കെ റെക്കോർഡുകളാണ് അവരുടെ മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കും എവിഡൻസുകളായിട്ട് സൂക്ഷിക്കുന്നതിനും എന്തൊക്കെ റെക്കോർഡുകൾ ഇങ്ങനെ കുറച്ച് സീക്രട്ട് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ട്രസ്റ്റ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് വളരെയധികം സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ട കുറച്ച് റെക്കോർഡുകളെ കുറിച്ചിട്ട് ONC പറയുന്നുണ്ടെന്നാ പറയുന്നത്. ഏതൊക്കെ റെക്കോർഡ് അങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് മനസ്സിലായോ? അതെന്താ താഴെ പറയുന്നുണ്ട്. പേഷ്യൻസിന്റെ എന്തൊക്കെ റെക്കോർഡുകൾ നമ്മൾ അങ്ങനെ വളരെയധികം നല്ല എന്താ പറയാ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട ചില റെക്കോർഡുകൾ എടുത്തു പറയുന്നത്. ഏതാണ് പറയുന്നത്? 2013 ONC നാഷണൽ ലേണിംഗ് കൺസോർട്ടിയം അവരുടെ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടെംപ്ലേറ്റിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ രോഗങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം പേഷ്യൻസിന്റെ റെക്കോർഡുകളാണ്. പക്ഷെ ചില റെക്കോർഡ്സ് ഹാവ് ടു ബി കെപ്റ്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എവിഡൻഷ്യറി പർപ്പസസ്. മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കും എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയും ചില റെക്കോർഡുകൾ ഇങ്ങനെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ONC അതിന്റെ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു പോളിസി, ഒരു ടെംപ്ലേറ്റ്, അതിന്റെ കുറെ പോളിസി നടക്കുന്ന കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇന്ന റെക്കോർഡ് എന്തായാലും കോൺഫിഡൻഷ്യൽ ആയിട്ട് നിർബന്ധമായും ഇത്ര കാലഘട്ടം സൂക്ഷിക്കണമെന്നുണ്ട്. അതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതിന്റെ ഒരു സൈറ്റ് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈറ്റിൽ കയറി നോക്കാം. ആ സൈറ്റിനകത്ത് കയറി നോക്കിക്കഴിയുമ്പോൾ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് പോളിസി ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കുറച്ച് ഡോക്സ് അതിനകത്ത് വരും. ഇതിനകത്ത് വായിച്ചു നോക്കിയാൽ ഏതൊക്കെ റെക്കോർഡുള്ള പേഷ്യൻസിന്റെ ഇങ്ങനെ നമ്മളിങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വേണമെങ്കിൽ കയറി നോക്കാം, സൈറ്റ് അടിച്ച് നോക്കിയിട്ട്. അതർവൈസ് ലീവ് ഇറ്റ്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് അറിയാൻ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ONC ഫുൾ ഫോം എഴുതിയിരുന്നോ? ONC ഫുൾ ഫോം ഓഫീസ് ഓഫ് നാഷണൽ കോർഡിനേറ്റർ. ഓഫീസ് ഓഫ് നാഷണൽ കോഓർഡിനേറ്റർ. CO പിന്നെ ORDINATOR. ഓഫീസ് ഓഫ് നാഷണൽ കോർഡിനേറ്റേഴ്സ്. ആ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടെ. 2013 ആ ഒരു ഇയറും ആരാണ് ഇതിനകത്താണ് ആ ഒരു കാര്യത്തെ കുറിച്ച് ഹെൽത്ത് റെക്കോർഡുകൾ ഇങ്ങനെ എവിഡൻഷ്യറി പർപ്പസിനും അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും കീപ്പ് ചെയ്യണമെന്ന് ആരാണ്, എവിടെയാണ്, എന്നാണ് ഇത് പറഞ്ഞതെന്നുള്ളത് പറയുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ 3 കാര്യം ആ ഒരു സെന്റൻസിൽ തന്നെ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ആൻഡ് ഓൾസോ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ് പിന്നെ ഈ ലീഗൽ ആയിട്ടുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ പല സ്റ്റേറ്റുകളും ദേ ഹാവ് ടു ഫോളോ ദെയർ റിട്ടൻഷൻ പോളിസി. അവരുടേതായ ഒരു റിട്ടൻഷൻ പോളിസി ഉണ്ട്. ഏതൊക്കെ റെക്കോർഡ് ഇവിടെ സ്ഥിരകാലത്തേക്ക് എന്നേക്കുമായി വെക്കണം, ഏത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം, കുറച്ച് കാലം കഴിയുമ്പോൾ മാറ്റാൻ പറ്റുന്ന റെക്കോർഡുകൾ, ഇതിനെ കുറിച്ച് ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ റിട്ടൻഷൻ പോളിസി ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് അടുത്ത സെന്റൻസിൽ കുഞ്ഞു പാരഗ്രാഫിൽ പറഞ്ഞേക്കണം. കണ്ടോ? മനസ്സിലായോ? മെജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് ഹാവ് ദെയർ ഓൺ സ്പെസിഫിക് റിട്ടൻഷൻ റിക്വയർമെന്റ്സ്. ഇപ്പൊ നമ്മുടെ കേരള സ്റ്റേറ്റിന് ഇന്ന റെക്കോർഡുകൾ ഇത്ര കാലഘട്ടം സൂക്ഷിക്കണം. അപ്പൊ നമ്മളുടെ അതിൻ്റെതായ പോളിസി അനുസരിച്ച് നമുക്ക് നീങ്ങും. തമിഴ്നാട് സ്റ്റേറ്റുകാർക്ക് അവരുടേതായ രീതി, അവർക്ക് ഒരു പോളിസി ഉണ്ട്. ദേ ക്യാൻ ഫോളോ ദെയർ പോളിസീസ്. അവരുടെ റിട്ടൻഷൻ പോളിസി അവർക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ പോളിസി റിട്ടൻഷൻ ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതല്ല, ഏതൊക്കെ ഇങ്ങനെ കുറെ നാളത്തേക്ക് ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതാണ് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ്. പേഴ്സണൽ ദാറ്റ് മീൻസ് സംതിങ് പേഴ്സണൽ തന്നെയാണ്, വ്യക്തിപരമായിട്ടുള്ള ചില ഹെൽത്ത് റെക്കോർഡുകളാണ്. ഇറ്റ്സ് മെയിൻറ്റെയിൻഡ് ടു ട്രാക്ക് ദ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഹെൽത്ത് കെയർ. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും
പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ്. ഇത് എന്നെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്താ പറയാ എന്റെ പേഴ്സണൽ റെക്കോർഡിൽ നിന്നാ കിട്ടുക, പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ പേര്, ആള്, മറ്റേ എന്താ പറയാ ഏജ്, മറ്റു കാര്യങ്ങൾ, മെഡിക്കൽ സ്റ്റാറ്റസ്, എന്ത് രോഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് തന്നെയാണ് എന്താ പറയാ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിനെ PHR എന്ന ഷോർട്ട് ഫോമില് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു ഡെഫിനിഷൻ, ഈ പറഞ്ഞ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഡെഫിനിഷൻ അമേരിക്കൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ AHIMA 2016 ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? PHR ഈസ് എ ടൂൾ, ഒരു ടൂൾ, ഒരു ഉപാധിയാണ്. പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്, ഉപകരണമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉപകരണം to collect, track and share past and current information about your health or the health of someone in your care. കണ്ടോ, വളരെ മനോഹരമായ ഡെഫിനിഷൻ ആണ്. PHR എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്. നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും മാത്രമല്ല, ഇപ്പോഴുള്ളതും എന്താ പറയാ നേരത്തെ ഉള്ളതും പാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷൻസ്, ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവും, നമ്മുടെ റെക്കോർഡ്സിൽ ഉണ്ടാവും. ഇത് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ someone in your care, നമ്മളുടെ എന്താ പറയാ അണ്ടറിൽ, അതായത് ചിലപ്പോ എന്നെ കുറിച്ചതായിരിക്കില്ല, ഞാൻ ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ വയ്യാണ്ടൊക്കെ കിടക്കുമ്പോൾ അവരുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡുകൾ ചിലപ്പോൾ അവർക്ക് തന്നെ വായിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനോ ചിലപ്പോൾ ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള സമയമായിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ആ പറഞ്ഞിരിക്കുന്നത് someone in your care എന്ന് പറയുന്നത്. നമ്മുടെ കെയറിലുള്ള ആളുകളെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി കളക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. പാസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കറന്റ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥിതിയോ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഹെൽത്തിനെ കുറിച്ചുള്ള സ്ഥിതിയോ ഒക്കെ ഷെയർ ചെയ്യാനും കളക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് എന്നാണ് ആര് പറയുന്നത്? അമേരിക്കൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ AHIMA ഡ്യൂറിംഗ് ദ ഇയർ 2016 എഴുതി വെച്ച കാര്യമാണ് കേട്ടോ. അപ്പൊ ആ ഒരു എന്താ പറയാ ഡെഫിനിഷൻ അങ്ങനത്തെ ചെയ്ത് വെക്കാം. ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു അത് തുടങ്ങി യുവർ കെയർ വരെ അണ്ടർലൈൻ ചെയ്യണം കേട്ടാ. ഇൻവെർട്ടർ കോമ കംപ്ലീറ്റ് ആകുന്നത് വരെ. ഇനി ഈ പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണല്ലോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് തന്നെ. പക്ഷെ ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആർ നോട്ട് യൂസ്ഡ് ഓർ മെയിൻറ്റെയിൻ ഫോർ ലീഗൽ ഡോക്യുമെന്റ്. ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാറ്റുന്നില്ല. ഇത് ലീഗാലിറ്റി ഇല്ല, കാരണം പേഷ്യന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ലീഗൽ ഡോക്യുമെന്റ് എന്നുള്ള ഒരു രീതിയിൽ അത് സെർവ് ചെയ്യുന്നില്ല. അതായത് അങ്ങനെ ഒരു സേവനമില്ല. പക്ഷെ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് പേഷ്യന്റ്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഹെൽത്ത് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കുന്നു മാത്രം. എന്നാൽ ഇത് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് എടുക്കില്ല. ഹെൽത്ത് റെക്കോർഡുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ എടുക്കുന്നത് പോലെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ എന്തിനാ ലീഗൽ ഡോക്യുമെന്റേഷൻ. ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്, എടുക്കാറില്ല. എന്നാൽ PHR എന്ന് പറയുന്നത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആണ് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ, നല്ല ഉപാധി തന്നെയാണ്, വിച്ച് എൻകറേജസ് ദ പേഷ്യന്റ് ടു ബി ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദെയർ ഓൺ ഹെൽത്ത് കെയർ. നമ്മൾ നമ്മളുടെ ഹെൽത്തിന്റെ ആക്റ്റീവ് മെമ്പറാണ്. നമ്മളുടെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് അപ്പൊ എന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ അറിയണം, എന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളത്. ആ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു റെക്കോർഡ് വേറെ ഉണ്ടായിരിക്കും. അത് നമ്മളുടെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് അത് വേറെ ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി AHIMA കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സെന്റൻസ് PHRs are an effective tool that empowers patients to be active members of their own health care team. നമ്മളുടെ തന്നെ ഹെൽത്ത് കെയർ ടീമിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പർമാരാകണം നമ്മളെല്ലാവരും എന്നാണ് PHR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ PHR അതിനു വേണ്ടിയുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ചെയ്തോ?
ഓക്കെ, ഇനി എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സിൽ? പേഷ്യന്റ് റെക്കോർഡ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റുകൾ ഇവിടെ താഴെ ഇങ്ങനെ ഓരോരോ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വലിയ പാരഗ്രാഫ് നമുക്ക് അത്ര അധികം ഇമ്പോർട്ടന്റ് അല്ല. എന്താണ് പേഷ്യന്റ് റെക്കോർഡിന്റെ കണ്ടന്റ്? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളടക്കം അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. AHIMA തന്നെ 2016 അവര് തന്നെയാണ് എന്താ പറയാ, ഏത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ആണോ പേഷ്യൻസിന് കൊടുക്കുന്നത്, ഏത് രീതിയിലുള്ള റെക്കോർഡിംഗ് സിസ്റ്റം ആണ് എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം ഉണ്ടായിരിക്കണം. പേഷ്യൻസിന്റെ റെക്കോർഡിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടന്റഡ് ആണ് എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കണം എന്നാണ് AHIMA പറയുന്നത്. മനസ്സിലായോ? whatever may be the type or facility of a treatment or whatever may be the record system, ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്തോ, ഏത് ഫെസിലിറ്റിയോ ടൈപ്പോ നമ്മൾ ഉപയോഗിച്ചോ, പക്ഷെ പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് AHIMA പറയുന്നുണ്ട്. അപ്പോ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് നമുക്ക് ചിലപ്പോഴൊക്കെ ചില സ്ഥലത്തൊക്കെ ഹോസ്പിറ്റൽസിന്റെ വലിപ്പവും അവിടുത്തെ കാര്യങ്ങളും എന്താ പറയാ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വിശാലമായിട്ടൊക്കെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും പേഷ്യൻസിന്റെ ഇൽനെസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഇഞ്ചുറി, ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, ഫെസിലിറ്റീസ് പ്രൊവൈഡഡ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സ്പെഷ്യൽ കെയർ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അത്, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാമാണ് അതിനകത്ത് ഉൾപ്പെടുക. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പേഷ്യന്റിന്റെ ഇൽനെസ്സുമായി ബന്ധപ്പെട്ടത്, ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടത്, ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ഓർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, അഡീഷണൽ സർവീസസ് ഓർ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുത്തത്, ഇതെല്ലാം തന്നെ ഈ ഒരു പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉൾപ്പെടും. ഇനി പേഷ്യന്റിന്റെ റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ താഴെ ഓരോന്നായിട്ട് പഠിക്കാറുള്ളത്. പിന്നെ അത് പറഞ്ഞാൽ മതി, പിന്നെ ഇത് മുഴുവനും ഇവിടെ നിന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു സെന്റൻസ് പ്രശ്നം നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഏതാണെന്നറിയാമോ? ഏതാ? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ ഇത് കഴിഞ്ഞിട്ട് എ പേഷ്യന്റ് റെക്കോർഡ് മേ include some or all of documentation listed. അത് കഴിഞ്ഞുള്ള സെന്റൻസ്, depending on the patient's illness or injury and the type of treatment facility, he or she may need additional specialized health care services. ഇതെല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സെന്റൻസ് ഒരു സെന്റൻസാ ശരിക്കും. അത് അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നേക്കണ്ട. A patient record may include some or all of the documentation listed. ഒരു കോമൺ അവിടെ, depending on the patient illness. പേഷ്യന്റിന്റെ റെക്കോർഡിൽ എല്ലാം വേണമെന്ന്, എല്ലാം ലിസ്റ്റ് ചെയ്യണം. പേഷ്യന്റിന്റെ ഇൽനെസ്സുമായി ബന്ധപ്പെട്ടത്, ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടത്, ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തത്, അഡീഷണൽ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത്, ഇതെല്ലാം അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇടയിൽ കുറെ കാര്യം ഇതൊക്കെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ ആവശ്യമില്ല. സോ എന്തൊക്കെയാണ് ഈ പറയുന്ന പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകൾ? ഇനി പറയാൻ പോകുന്നതെല്ലാം പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ്. എന്താണ് ഉള്ളടക്കം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു? ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ആണ്. ഐഡന്റിഫിക്കേഷൻ അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണ്ടേ? വേണ്ടേ? പേഷ്യന്റ് ഇന്ന പേഷ്യന്റ് ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം ഇന്നത് ആരാണെന്ന്. സോ ദ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോയിന്റ് ഓഫ് രജിസ്ട്രേഷൻ ഓർ അഡ്മിഷൻ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പേര് എന്താ പറയാ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പേര് കൊടുക്കുമല്ലോ, ആ പേരും ഒക്കെ പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്യില്ലേ, അവിടെ വെച്ചിട്ടാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് ദ ഇൻഫർമേഷൻ വിച്ച് ഹാസ് ടു ബി പ്രൊവൈഡഡ്. ആ സമയത്ത്, ആ രജിസ്ട്രേഷൻ സമയത്ത്, അഡ്മിഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻസ്, അതാണ് ഒറിജിനൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് റെക്കോർഡ്. ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ, അത് വെച്ചിട്ടാണ് പിന്നെ ആ പേഷ്യന്റിനെ അറിയപ്പെടുന്നത് ആ ഹോസ്പിറ്റലിൽ, അല്ലെ? ചീട്ട് നമ്പർ അല്ലെങ്കിൽ പേര്, ചീട്ട് നമ്പർ എന്തായാലും വേണം, പേര് വേണം. പേര് മാത്രമേ പറ്റില്ല, പേരിന്റെ ഒപ്പം ആ പേരിനെ കൂടി ഒന്നുകൂടി വിശകലനം ചെയ്യുന്ന ഏജ്. കാരണം ഒരേ ഏജിലുള്ള ഒരേ പേരിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം, അല്ലെ? പേരും ചിലപ്പോ സാമ്യം ഉണ്ടായിരിക്കും, ചിലപ്പോ ഏജും ചിലപ്പോ ഒരുപോലെ വരാം, അല്ലെ? ചിലപ്പോ പേര് ഒരുപോലെ, ഏജ് ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ടൈമിൽ കിട്ടുന്നത്. സോ ഡാറ്റ വിൽ ബി കളക്റ്റഡ്
at the enquiry or at the registration point or at admission point. Admission point അല്ലെങ്കിൽ registration point എവിടെയാണോ ഹോസ്പിറ്റൽസിൽ അവര് നമ്മളുടെ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യും. വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് ഉണ്ടാവുക? പേഷ്യന്റിന്റെ നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഇൻഷുറൻസ് കാരിയർ, ഇൻഷുറൻസ് ഹോൾഡർ ആണോ, ഏത് ഇൻഷുറൻസ് എടുത്തേക്കണേ, മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനാ? നമുക്ക് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ നമ്മൾ പഠിച്ചല്ലോ. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചതാ ഡിപ്ലോമയില് അല്ലെ. ഇൻഷുറൻസ് എന്തിനാ എടുക്കുന്നത്? വെൻ we feel any diseases or injury when we are hospitalized, the expenses which have to be met അല്ലെ, നമുക്ക് ഉണ്ടാകുന്ന ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസുകൾ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് വലിയൊരു എമൗണ്ട് ഒക്കെ ഇതിനൊക്കെ വേണ്ടി ചെലവാകുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങോട്ട് ആകെ താറുമാറാകും ഇല്ലേ? നമ്മുടെ സാമ്പത്തിക ബജറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പായസം അല്ലെ. എന്ത് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചൊല്ലുണ്ട്, എല്ലാം ഒരു പനിക്കുള്ളൂ എന്ന് അല്ലെ. നമ്മൾ എത്ര സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയാലും ചിലപ്പോ ഒറ്റ പനി കൊണ്ട് ഇതെല്ലാം നശിക്കാൻ ഒന്നും വേണ്ട. ചിലപ്പോ ഒരു പനി, പക്ഷെ പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്, പക്ഷെ പിന്നീടായിരിക്കും ചിലപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വേറൊരു രോഗത്തിന് അടിമയാണ് അല്ലെങ്കിൽ ഒരു രോഗിയാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അല്ലെ. ഇഷ്ടംപോലെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്, നിവൃത്തിയില്ലാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കവരും ഇന്ന് ഏതെങ്കിലുമൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഉള്ളവരായിരിക്കാം, പോളിസി ഹോൾഡേഴ്സ് ആയിരിക്കാം. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങള് നമ്മളുടെ ഒരു ഇൻകം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യും. ഇന്നതിന് വേണ്ടി ഉപയോഗിക്കണം, ഇന്നതിന് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ പ്ലാനിങ്ങിൽ പോകുന്ന സമയത്തായിരിക്കാം ഈ പ്ലാനിനെ എല്ലാം മറികടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗം നമുക്കോ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും വരിക. അന്നേരം എന്ത് പറ്റും, കിടക്കുന്നത് എല്ലാം പോയില്ലേ അല്ലെ. നമ്മളുടെ ആ പ്ലാനിങ് ഒക്കെ അവിടെ പൊട്ടിപ്പോയി. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം എല്ലാറ്റിനും ഉപരി, മറ്റു പ്ലാനിങ്ങിനേക്കാളൊക്കെ ഉപരി നമുക്ക് അന്നേരം ആ ഒരു ആളുടെ, പ്രിയപ്പെട്ട ആളുടെ ഹെൽത്ത് ലൈഫ് തന്നെയാണ്, ജീവൻ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഉള്ളത് എന്താണെങ്കിലും നമ്മൾ വിറ്റായിട്ടായാലും ആളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി
യെസ്, ഇന്നാള് ഒരു ദിവസം ഇതുപോലെ, കഴിഞ്ഞ ആഴ്ചയിലും ഒരു ദിവസം ഇതുപോലെ ഞാൻ ക്ലാസ് എടുത്തത് പെട്ടെന്ന് അങ്ങോട്ട് ഓഫ് ആയിപ്പോയി. കറണ്ട് പോകുമ്പോ ഈ സാധനം ഓഫ് ആയി പോകുന്നു, ഒറ്റയടിക്ക് നിൽക്കുന്നു. നെറ്റ് ഡിസ്കണക്ട് ആകുകയല്ല ചെയ്താൽ ഒറ്റയടിക്ക് സിസ്റ്റം അടക്കം അങ്ങോട്ട് ഓഫായി. അതാണ് എന്തോ സംഭവം ഉണ്ട്. അപ്പൊ സോ നമുക്കത് ചെക്ക് ചെയ്യണം. അതൊക്കെ നടക്കുന്നത് ഞാൻ പോയതല്ല കേട്ടോ, പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോയതല്ല, ഇതങ്ങനെ പെട്ടെന്ന് ഓഫ് ആയി പോയതാ. ഓക്കെ, സോ ആ ഒരു രജിസ്ട്രേഷൻ പോയിന്റിൽ അഡ്മിഷൻ സമയത്ത് തന്നെ നമ്മളെ കുറിച്ചുള്ള ഇത്തരം ഡീറ്റെയിൽസ് അല്ലെ, പേഷ്യൻസിന്റെ പേര്, നമ്പർ, ഇൻഷുറൻസ് ഉള്ള ആളാണോ, അങ്ങനെയാണെങ്കിൽ ആളുടെ പോളിസിയുടെ നമ്പർ എന്താണ്, പോളിസി നമ്പർ ഒക്കെ കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. കാരണം എന്നാലാണ് ആ ഹോസ്പിറ്റൽസിലെ ഇപ്പൊ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ഡെസ്ക് ഒക്കെ ഉണ്ട്. മിക്ക ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇൻഷുറൻസ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട്, ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റൽസില്? ഉണ്ട്. കാരണം ചിലപ്പോ ഈ ആളുകൾക്കൊക്കെ എല്ലാവർക്കും തന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ വാട്ട് ടു ഡു അറിയില്ല, എന്താ ചെയ്യണ്ടേ. ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുമ്പോ എന്താ ചെയ്യേണ്ടത് ചിലപ്പോ കൂടെ ഉള്ളവർക്ക് അറിയാൻ പറ്റണമെന്നില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് പേഷ്യന്റ് എന്തായാലും ഇച്ചിരി ചിലപ്പോ തീരെ വയ്യാത്ത അവസ്ഥയിലാണ് അഡ്മിറ്റഡ് ആയിരിക്കുന്നത് എങ്കിൽ ആൾക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ക്ലെയിം കൊടുക്കണം, ക്ലെയിം വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡെസ്ക് ആണ് ഹോസ്പിറ്റൽസിലെ ഇൻഷുറൻസ്. അപ്പൊ അവരവർ അന്നേരം ചോദിക്കും പോളിസി ഉണ്ടോ, പോളിസിയുടെ നമ്പർ, ഇതെല്ലാം അവിടെ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ അവര് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഡയഗ്നോസിസ്, പിന്നെ ഡിസ്ചാർജ് വരെയുള്ള ഏറ്റവും കാര്യങ്ങൾ, അതുവരെയുള്ളതെല്ലാം തന്നെ ഈ പേഷ്യന്റിന്റെ ഈ ഒരു റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. സോ ദേ ക്യാൻ ഐഡന്റിഫൈ ദ പേഷ്യന്റ്, ഏത് പേഷ്യന്റ് ആണെന്നും ആളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാനൊക്കെ ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് സമയത്ത്, അതായത് ഫസ്റ്റ് സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അവർ ഡോക്ടേഴ്സ് അവർക്ക് കിട്ടുന്ന പേഷ്യൻസിന്റെ ഡയഗ്നോസിസ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കറിയില്ല, ഫിസിഷ്യൻസ് ഒക്കെ എഴുതുന്ന മരുന്നുകൾ മറ്റു കാര്യമൊന്നും ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ ബി കോഡഡ്, അത് കോഡ് രൂപത്തിലാണ്. അത് എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽസ് ആയിരിക്കും അത് ഡീകോഡ് ചെയ്തൊക്കെ എടുക്കുക. അപ്പൊ ഡയഗ്നോസിസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ എന്തിൽ വരും, നമ്മളുടെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ വരും. അപ്പോ ഈ ക്ലിനിക്കൽ പർപ്പസിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും ഒക്കെ യൂസ് ദിസ് ഡാറ്റ. ഈ ഡോക്യുമെന്റുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ആ രോഗിയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, മാനേജബിൾ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യൂ ഓഫ് ദ ഡയഗ്നോസിസ്, അതിന്റെയൊക്കെ പെട്ടെന്ന് ഒരു നോക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, പിന്നെ അത് ബേസ് ചെയ്ത് ബില്ലിങ്ങിനോ റീഇംബേഴ്സ്മെന്റിനോ ഒക്കെ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. സോ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ്ങിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻഫോർമേഷൻ ഫൗണ്ട് ഓൺ ദ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ഓഫ് എ health or medical record originates at the time of registration or admission. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. രജിസ്ട്രേഷൻ സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്താണ് ഇൻഫോർമേഷൻസ് നമുക്ക് എന്താ പറയാ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി, അത് രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? പേഷ്യന്റിന്റെ നെയിം, പേഷ്യന്റ് അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഇൻഷുറൻസ് കാരിയർ, പോളിസി നമ്പർ ആസ് വെൽ ആസ് പേഷ്യൻസ് ഡയഗ്നോസിസ് ആൻഡ് ഡിസ്പോസിഷൻ അറ്റ് ഡിസ്ചാർജ്. പോകുന്ന സമയത്തുള്ള, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പേഷ്യന്റിന്റെ അവസ്ഥ, എല്ലാ കാര്യവും ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉണ്ടായിരിക്കും. ഇത്ര മതി. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? എനി ഡൗട്ട്? മനസ്സിലായ? യെസ്. ഒരു പോയിന്റ് കൂടി നമുക്ക് എടുക്കാം, അതിനുള്ള സമയം കൂടി ഉണ്ട്. നെക്സ്റ്റ് വൺ പ്രോബ്ലം ലിസ്റ്റ് ആണ്. അപ്പൊ എന്താ പറയാ, നമ്മളുടെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഡാറ്റാസ് ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി രൂപപ്പെടുത്തിയൊക്കെ വെക്കുമല്ലോ. സോ അപ്പൊ നമുക്ക് ആ ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെ എടുത്തു വെക്കുന്നത്. പേഷ്യന്റിന്റെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ ടെലിഫോൺ നമ്പറൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും. ആ പേഷ്യന്റിന് ഏത് പേഷ്യന്റ് ആണ്, എവിടെയാണ്, അത് ട്രാക്ക് ചെയ്യാനും അവർക്ക് കൊടുക്കുന്ന എന്താ പറയാ ട്രീറ്റ്മെന്റ് ഒക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ എളുപ്പം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ പ്രോബ്ലം ലിസ്റ്റ് ആണ്. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയാ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്സിൽ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ് ദ സിഗ്നിഫിക്കന്റ് ഇൽനെസ് ആൻഡ് ഓൾസോ ദ ഓപ്പറേഷൻസ് ദ പേഷ്യന്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ്. അതായത് ആ പേഷ്യന്റ് വന്നിരിക്കുന്ന പേഷ്യന്റിന് എന്താണ് രോഗം, അതാണ് പ്രോബ്ലം.
എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, എന്റെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ എടുത്തു, ഞാൻ ആരാണ്, എന്താണ് എന്റെ പേര്, വയസ്സ്, അഡ്രസ്സ്, മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തു. സോ അവിടെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവരുടെ എന്ത് ഡാറ്റ കളക്ട് ചെയ്യില്ല, അവരുടെ പ്രോബ്ലം ആണ്, പ്രോബ്ലം ലിസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്താ, ഞാൻ എന്തിനാ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെന്നേക്കണേ, വിശേഷം അന്വേഷിക്കാൻ ചെന്നേക്കണതല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ എന്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, എന്താ രോഗം എന്താണ്, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ അവർ വന്നിട്ട് ചെയ്തിട്ടുണ്ടോ, അവർ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആണ് ഈ പ്രോബ്ലം ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ പ്രോബ്ലം ലിസ്റ്റ് എന്ത് ചെയ്യാണ്, അത് എന്തായാലും അവരവിടെ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒറ്റ സിംഗിൾ എപ്പിസോഡിൽ വരുന്നതല്ല, പിന്നീടുള്ള വരുന്ന അസുഖങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബേസ് ആയിട്ടൊക്കെ സൂക്ഷിക്കാം. ചിലപ്പോൾ ഒരു രോഗത്തിന് വേണ്ടി വരുന്നു, പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സിമിലർ ആയിട്ടുള്ള രോഗത്തിന്റെ എന്തെങ്കിലും ഒരു ലക്ഷണമായിട്ട് പിന്നെ വരുന്നു. ചില രോഗങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളെ അലട്ടുമ്പോൾ, ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മറ്റേതെങ്കിലും ഒരു രോഗത്തിലേക്കുള്ള ഒരു എന്താ പറയാ ഒരു പോക്കായിരിക്കാം ചിലപ്പോൾ അത്. അപ്പൊ ഡോക്ടേഴ്സിനെ പെട്ടെന്ന് ഈ ഒരു ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്ത് രോഗത്തിനാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കാൻ പറ്റും. ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്ക് ഒരു സംശയമൊക്കെ, അങ്ങനത്തെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും ആ സംശയങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബബിലിറ്റി സാധ്യതകൾ ഉണ്ടോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ ഇത്തരം പ്രോബ്ലം ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്രോബ്ലംസ് ലിസ്റ്റ് എന്തായാലും ഹോസ്പിറ്റൽസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരു സിംഗിൾ എപ്പിസോഡിൽ നമ്മൾ പോകുമ്പോൾ ഉള്ള കെയറിങ്ങിന് വേണ്ടി മാത്രമല്ല, ത്രൂ ഔട്ട് ദ പേഷ്യൻസ് കെയർ. അതായത് എപ്പോഴൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ അവിടെ പോകുന്നുണ്ടോ അതിലൊക്കെ നമുക്ക് ഈ നമ്മളുടെ പ്രോബ്ലംസ് ഓരോന്നും, നമുക്ക് ഇന്ന രോഗം വന്നിട്ടുണ്ട്, അപ്പൊ നമ്മുടെ ഷീറ്റിനകത്ത് എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെ, എല്ലാം കൂടി ഒറ്റ ഫയലായിരിക്കും ഒരു പേഷ്യന്റിന് വേണ്ടി. പക്ഷെ ഇതിങ്ങനെ ഓരോ ലിസ്റ്റുകൾ, ആദ്യം ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളാണ്, അതിനുശേഷം അതിനകത്ത് ആൾക്കുണ്ടാകുന്ന രോഗവും രോഗത്തിന്റെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. Patient records frequently contain a comprehensive problem list which identifies significant illness and operations the patient has experienced. അവിടെ വരെ മതി. ക്ലിയർ ആയോ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? കുറച്ച് വേണ്ടാത്ത, അതായത് കുറച്ചൊന്നും വേണ്ടാത്തന്നല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്, കുറച്ച് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ ചില സെന്റൻസ് വീണ്ടും കുറച്ച് വേറെ രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചില്ല. പക്ഷെ അണ്ടർലൈൻ ചെയ്തത് ഒട്ടും വായിക്കാതെ വരരുത്, നന്നായി വായിച്ച് പഠിച്ചാണ് പോകുക അത്തരം. കാരണം ഇതൊക്കെ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് എന്തായാലും ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ സൂക്ഷിക്കാൻ നിർബന്ധമാണ്. അത് ലീഗൽ പർപ്പസിനായിക്കോട്ടെ, പേഷ്യൻസിന് തന്നെ വേണ്ടി നോക്കാനായിക്കോട്ടെ, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, പേഷ്യൻസ് റെക്കോർഡ്സ് ആർ ടു ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആൻഡ് ഇറ്റ്സ് വെരി നെസസറി ടു കീപ് ഇറ്റ്. അല്ലെ, വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ, തെറ്റും ഇതൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, നഴ്സുമാർക്കൊക്കെ കുറച്ച് ഭയങ്കര അവരുടെ വർക്കുമായിട്ട് നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ എവറി ടൈം ദേ ആർ ടെൻസ്ഡ്. അവർക്ക് എപ്പോഴും ടെൻഷൻ കൂടുതലുള്ള ഈ ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ ജോലി കിട്ടാനൊക്കെ ഇത്തിരി എന്താ പറയാ, നമുക്ക് ജോലി നേടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ കുറച്ച് ടെൻഷൻ ആയിട്ടുള്ള ജോലികളാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും, അല്ലെ, നമുക്കറിയാം മറ്റു ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിലൊക്കെ ഗവൺമെന്റ് ക്യാഷ്യർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരി ടെൻഷൻ ആയിട്ടുള്ള ജോലികളാണ്. ബിക്കോസ് അവര് അവിടെ ഡീൽ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. കണക്കിൽ ഒരു പോലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. ക്യാഷ് എണ്ണുമ്പോഴും കൂടുമ്പോഴും കൂടാനോ കുറയാനോ പാടില്ല. കൂടിയാലും നമുക്ക് അവിടെ പെട്ടിക്കകത്ത് വീണേക്കാല്ലേ, പക്ഷെ അത് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടായിരിക്കാൻ കൂടിയില്ല, അല്ലാതെ കൂടാൻ പാടില്ല. ഒരു രൂപ പോലും കൂടാനും കുറയാനും പാടില്ല. അതും ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ സിമിലർലി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസും എപ്പോഴും അവര്, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവരും എപ്പോഴും ടെൻസ്ഡ് ആണ്, അല്ലെ. ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, ആ രോഗിക്ക് ഒന്നും വരരുത്, അതായത് മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, മനുഷ്യന്മാരല്ലേ, അല്ലെ. അപ്പൊ എന്തായാലും ഇത്തരം റെക്കോർഡ്സ്, ഓരോ ഡോക്യുമെന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ മെഡിസിൻസ്, ഓപ്പറേഷൻസ്, പ്രൊസീജിയേഴ്സ്, വട്ടവർ ഇറ്റ് ഈസ് ഗിവൺ, അതെല്ലാം ഡോക്യുമെന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഇഫ് നോട്ട് ഡോക്യുമെന്റ് ഇറ്റ് ഈസ് നോട്ട് ഡൺ എന്നാണ് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നത് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നൽകിയിട്ടില്ല എന്നാണ് അർത്ഥം എന്നാണ് പറഞ്ഞത്, അല്ലെ. അപ്പൊ വർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, പഠിച്ചില്ലേ നിങ്ങള്? ഓക്കെ, സോ ഇവിടെ വരെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം. അടുത്ത ദിവസം താങ്ക് യു. താങ്ക് യു. Thank you, ma'am.
താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. എക്സാം ഈ മാസം കാണുമോ മിസ്സേ?